ബാക്ക് ഇറങ്ങണം. ഓക്കെ 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 ആൻഡ്രി ചേട്ടാ. ആൻഡ്രി ചേട്ടാ ഓക്കെ എമ്പുരാൻ സിനിമ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം, സിനിമ ഇന്ന് റീഎഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തുമെന്ന വിവരങ്ങൾ. അതിനിടയിലാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തുടരുന്നതിനിടയിലും ആൻഡ്രി ചേട്ടാ, ഒരു സർക്കാരോ അല്ലെങ്കിൽ മറ്റോ ഒരു ഏജൻസികളോ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു നിർബന്ധവും ഇല്ല ഇത് എഡിറ്റ് ചെയ്യണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കളയുന്നത്? ഭയന്നിട്ടാണോ? അല്ല, ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. ഇപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ആൾക്കാർക്ക്, ഏതൊരു ആൾക്കാർക്ക് വിഷമമുണ്ടായാലും അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അത് നിങ്ങൾ അങ്ങനെ വലിയ ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമില്ല. ഇല്ല, അങ്ങനത്തെ അല്ല, അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല. ഇത് ഞങ്ങളുടെ അല്ല, അത് സിനിമയിലെ അല്ല. ഈ സിനിമ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം അത് ഈ മുൻകാലങ്ങളിലും നടന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട, ഇത് ഒരു പാർട്ടി അല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടായാൽ പോലും നമ്മൾ അതിനെ ചിന്തിക്കുകയും കറക്റ്റുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അല്ല, അത് നമ്മൾ സിനിമ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അതിന് മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഇന്ന് വരാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഇത് നമ്മൾ സിനിമ ഇറങ്ങിക്കഴിയുന്ന സമയത്ത് ജനങ്ങൾ എല്ലാവരും അതിനെ വളരെയധികം സ്വീകരിക്കുകയും ഏത് ഒരു സാധാരണക്കാരനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിർമ്മിക്കുന്ന സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അല്ല, അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ്. ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത്. ഇതിനകത്ത് അങ്ങനത്തെ കോൺടാക്ട്. മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങളെല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി. അങ്ങനെ തെറ്റായി പോയെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയരുത്. അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളായിട്ടോ അതിനെ കാണരുത്. അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത്. ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള
ആൾക്കാരുടെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യും. മോഹൻലാൽ ആദ്യമായിട്ട് സിനിമ കാണുന്നത് ഈ സമയത്താണെന്ന് പറയുന്നത്. മോഹൻലാൽ ആദ്യമായി സിനിമ കാണുന്നത് കവിതാ തിയേറ്ററിൽ വെച്ചാണെന്ന് പറയുന്നു. അങ്ങനെയാണോ? അല്ല, ഞാൻ പറയുന്നത് ഇതെന്തറിയോ, ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ, വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു, ഒരു പാർട്ടിയുടെ അല്ല, ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇല്ല, അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നതാണ്. സമ്മർദ്ദത്തിന്റെ പുറത്തല്ല. ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ, ഞാൻ വീണ്ടും വ്യക്തികളെ കുറിച്ച്, അതൊരു സിനിമ അല്ല, അതിപ്പോ അങ്ങനെയല്ല. അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നേ. അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, ഇതിനെ നന്നായിട്ട് എടുത്താൽ മതി. വിവാദങ്ങൾ പടത്തിന് ഗുണം ചെയ്തോ? സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ. ജനം സ്വീകരിച്ചിട്ടുണ്ട്, ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും. മൂന്നാം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ടെടുത്ത തീരുമാനമാണ് ഈ സിനിമ. ഉണ്ട്, മുരളി ഗോപിയും ഉണ്ട്. അല്ല, അതെ, ഏതാ ഇല്ല. ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിലൊരു അതൃപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വെട്ടേണ്ടി വന്നത്. ഇല്ല, അങ്ങനത്തെ കാര്യം ഞാൻ സംസാരിച്ചു. അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല. നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഈ ഒരു ഖേദപ്രകടനം മുരളി ഗോപി പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ഒരു ഖേദപ്രകടനം മുരളി ഗോപിയെ പറഞ്ഞ് ശ്രീ ആന്റണി, ഈ ഖേദപ്രകടനം മുരളി ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ? 24 മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞു. മോഹൻലാലിന്റെ പോസ്റ്റ് അല്ല, അത് ഇനിയും നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കും. ഈ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടു എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. ഇല്ല, അങ്ങനെയില്ല. എല്ലാം ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക. വളരെ സന്തോഷം. ജനങ്ങളോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ, സഹകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയല്ലേ. നമ്മൾ എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത്. എമ്പുരാൻ സിനിമയുടെ വിവാദത്തിലാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. സിനിമ റീ എഡിറ്റ് ചെയ്യാനുള്ളത് എല്ലാവരുടെയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനകളുടെയോ വ്യക്തികളുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല സിനിമ റീ എഡിറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. മറിച്ച് ഈ സിനിമ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തിരിച്ചറിയുന്നു, ചിലരെ വേദനിപ്പിച്ചു എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ജീവിതയാത്രയിൽ മറ്റൊരാളെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു സംഘടനയെയോ വ്യക്തിയെയോ ഒന്നും, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ ഒന്നും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സംഘത്തിനോടൊപ്പമല്ല താൻ വർക്ക് ചെയ്യുന്നത്. അതായത് എമ്പുരാൻ എന്ന ടീമോ ക്രൂവോ ഇത്തരത്തിൽ
ഏതെങ്കിലും വിഭാഗത്തെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റീ എഡിറ്റിംഗ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി വിലയിരുത്തേണ്ടതില്ല. ഈ സംഘത്തിലെ ഒരാൾക്കും അതൃപ്തിയില്ല. മോഹൻലാൽ അടക്കം ഈ സിനിമയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. മുരളി ഗോപിക്ക് വിയോജിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് മുരളി ഗോപിക്കും ഈ മാറ്റത്തോട് അനുകൂലമാകുന്ന നിലപാട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇത്രയും വിവാദങ്ങൾ ഉയർന്നു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രതികരണമായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മലയാള സിനിമയെ ലോകതലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. അതിനപ്പുറത്ത് ഏതെങ്കിലും ആളുകളെയോ വ്യക്തികളെയോ സംഘടനകളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ ഒന്നും വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ വേദനയുണ്ടായി എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ഈ സിനിമാ സംഘം ചേർന്നെടുത്ത തീരുമാനം ആണ് റീ എഡിറ്റിംഗ് എന്നത്. ഏതാണ്ട് 2 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിൽ താഴെ മാത്രമുള്ള റീ എഡിറ്റിംഗ് മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല. മേജർ രവിയുടെ പരാമർശത്തെ സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിൽ മറുപടി പറയാൻ താൻ ആളല്ല എന്ന് പറയുന്നു. പക്ഷേ മോഹൻലാൽ ഈ സിനിമയുടെ ഭാഗമാണ്, ഈ സിനിമാ സംഘത്തിന്റെ ഭാഗമാണ്. സിനിമയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ മോഹൻലാലിന്റെ കൂടി അറിവോടെയാണ് എന്ന പരാമർശവും പ്രതികരണവുമാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്.